ഗതികെട്ട മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന കൊള്ളപ്പലിശക്കാർ. കൊള്ളപ്പലിശയെ തുടർന്ന് ഗുരുവായൂരിൽ വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശക്കാർക്കെതിരെ ഒടുക്കം പോലീസ് കേസെടുത്തു. ഒളിവിലുള്ള പ്രഹ്ലേഷ്, വിവേക് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തത്. പ്രഹ്ലേഷ് കൂടുതൽ പേരെ സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശം 24 ലഭിച്ചു. വ്യാപാരി മുസ്തഫ മരിച്ചതിന് പിന്നാലെയായിരുന്നു പലിശക്കാരന്റെ വിരട്ട്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഈ മാസം 10-നാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫ ജീവനൊടുക്കിയത്. 6 ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ 40 ലക്ഷം നൽകിയിട്ടും ഭീഷണി തുടരുകയായിരുന്നു. നെന്മണി സ്വദേശി പ്രഹ്ലേഷ്, കണ്ടാണിശ്ശേരി സ്വദേശി വിവേക് ദാസ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇവരുടെ വീടുകളിൽ പരിശോധന നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും നടപടി തുടങ്ങി. ഇതിനിടെ മുസ്തഫയുടെ മരണത്തിന് ശേഷവും ഗുണ്ടാസംഘം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നു. പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് പ്രഹ്ലേഷിന്റെ ഭീഷണി. 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. ഞാനത് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകേണ്ട അപ്പുറത്ത് പണി ഞാൻ ചെയ്യും. മുന്നേ നിന്നെക്കാട്ടി കുറുമ്പം വാശികളാണ് ഞാൻ. നീയൊന്നും എൻ്റെ മുമ്പിലേക്ക് വിഷയമല്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണ്ടാസംഘം ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.